എന്താണ് കുട്ടി കാട്ടുന്നത്? ഹലോ വിക്രം സാർ അങ്ങനെ പറയരുത്. ഞാൻ സാർ പറഞ്ഞു തന്നോലെ കറക്റ്റ് ആയിട്ട് ചെയ്താളാ. അയ്യോ എന്റെ കുട്ടി മോനോടല്ല. എന്താണ് ഈ കുട്ടി കാട്ടുന്നത്? 5 ദിവസം കൊണ്ട് ഡാൻസ് പഠിക്കുന്നു, എന്നിട്ടും അതിനകത്ത് ഒരു സ്റ്റെപ്പ് പഠിക്കാൻ പറ്റില്ല. എങ്ങനെ ഇത് നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത്? അയ്യോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടെന്നറിയാം. പിന്നെ വയ്യാത്ത കുട്ടി വീട്ടിലുണ്ടായി ഇറക്കി വിടാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ സഹിക്കില്ല, അത്രേ ഉള്ളൂ. മാസ്റ്ററെ 5 ദിവസം കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന 5 സ്റ്റെപ്പ്, പക്ഷെ ആ 5 സ്റ്റെപ്പ് 1. അപ്പൊ ഞാൻ തിരിച്ച് ഒരു സ്റ്റെപ്പ് അല്ലേ? 5 സ്റ്റെപ്പ് ഒന്നല്ല, അതിലെ മുദ്ര ശ്രദ്ധിക്കണം. ആദ്യം ഏകമുദ്ര, പിന്നെ ത്രിമുദ്ര. കണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചേഞ്ച് വേണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ശ്രീവിദ്യ എങ്ങനെയാണ് നടക്കാറുന്നത്? ഹലോ ഹലോ ഹലോ, അതിന് ചേഞ്ച് വേണം പറഞ്ഞു. ഹലോ ഇങ്ങനെ ഇങ്ങനെ നടക്കൂലല്ലോ. പിന്നെ നമ്മുടെ ഡയറക്ടർ സാറ് എന്താണ് സ്ഥിരം പറയാറ്? ആക്ഷൻ കട്ട്, ആക്ഷൻ കട്ട്. അതിനും ചേഞ്ച് വേണം പറഞ്ഞിട്ട് ആക്ഷൻ. അല്ല, ഇതിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഇവിടെ കേൾക്കാറുള്ള. പക്ഷേ മാസ്റ്ററെ, വിക്രം സാറോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. ശ്രീവിദ്യക്ക് ഇവരെല്ലാരും കാണുക മാസ്റ്ററിന് ഗുരുപൂജ ചെയ്യണം. ഓ ചെയ്തോളൂ. നന്ദിയുണ്ടേ. നന്ദി മാത്രമേ ഉള്ളോ? ആളെ കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ, ആൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. അറിഞ്ഞൂടാ നമ്മളെ പറ്റി. കുട്ടിയാരുടെ കൂടെ വന്നു? ഞാൻ ഒറ്റയ്ക്ക്. ഞാനും വരണോ കൂടെ? പിന്നെ ആരെങ്കിലും ചോദിച്ചാ കുഞ്ഞമ്മയുടെ മോനാ നഴ്സറി കൊണ്ടാക്കാനാ പറഞ്ഞാ മതി. എന്റെ കുഞ്ഞമ്മയ്ക്ക് മോയില്ല, മോളേ ഉള്ളു. ചേച്ചി ഇനി ബാറ്ററി ഓൺ ആക്കിക്കോ. അല്ല, അപ്പൊ ഇത്ര നേരം ബാറ്ററി ഓൺ ആയിരുന്നല്ലോ, സ്കിറ്റ് നടക്കല്ലേ ഉണ്ടായിരുന്നത്? പിന്നെ ഇവരുടെ കൂടെ നിന്നാലേ ബാറ്ററി ഇല്ലേ കൂടെയല്ലേ ചെയ്യാ, ഇറങ്ങ ചെയ്യാ. അപ്പൊ ബാറ്ററി ഓൺ ആക്കിക്കോ. വിക്രമിലിയ, ജാക്സണിലിയ, സാഗറിലിയ. ഒരു സലീം കുമാർ ഫാനായ മോനെ കൊണ്ട് ഞാൻ തോച്ചു. എന്റെ അമ്മയിലേ വന്നത്. എന്റെ അമ്മയ്ക്ക് ഒരു എൻട്രി മ്യൂസിക് കാണാൻ ഇവിടെ ആരുമില്ലേ? പോയിട്ട് ഒന്നും കൂടി വാമ്മ. ഇവരെ കൊണ്ട് വയ്യ. മലയാളി പെണ്ണ. ആ ശ്രീവിദ്യ കൊച്ചു എന്നോട് എന്താടാ പറഞ്ഞത്? അമ്മയോട് മാത്രം ഞാൻ സത്യം പറയാം. ആ ശ്രീവിദ്യ കൊച്ചു പറയണേ എന്നെ കാണാൻ കമലഹാസനെ പോലെ ഉണ്ടെന്ന്. കമലഹാസൻ ആയിരിക്കില്ല, കമലയുടെ നീ ഒരു പണിക്ക് പോകുന്നവിടെ ഡാൻസും കളിച്ചിരുന്നോ? നിന്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ജോലിക്ക് പോയിട്ട് 10 കാശുണ്ടാക്കുക. പണം എനിക്കൊരു പ്രശ്നമല്ല. അമ്മയ്ക്ക് ഇതെന്താന്നറിയോ? തള്ളവിളല്ലേ? അല്ല, അബ്ദുള്ള. ഇത് സൗദന് കിട്ടിയത് അബ്ദുള്ള. ഇതെന്താന്നറിയാമോ? ഷെയ്ഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കയാണ് എന്റെ അച്ഛൻ. ബൈ ദ ബൈ, അമ്മയ്ക്ക് വേണ്ടത് പണം, എന്റെ അടുത്ത് ആവശ്യത്തിനേറെയുള്ളതും പണം. അമ്മയ്ക്കറിയോ, എന്നെ ഇട്ടുമൂടാനുള്ള പണം എന്റെ അച്ഛൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനെ പോലും നേടിയിരുന്നില്ലേ? എനിക്കിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടിയിരുന്നു. അമ്മ അച്ഛനെ പറ്റി പറയല്ലേ. കട്ടപ്പന ചന്ത പിരിയുന്ന സമയത്ത് 10 രൂപയുടെ വയറും പൊട്ടിയ ചളയുമായി വരുന്ന ഒരു ചള ഒരു പൂച്ച കൊണ്ടുപോയി പറഞ്ഞിട്ട് ആ പൂച്ചയുടെ പിന്നാലെ 5 കിലോമീറ്റർ ഓടി ആ പൂച്ചയെ മലത്തിയടിച്ച് അതിനെ ഇക്കിളിയാക്കി അത് കക്കിച്ച് എന്നിട്ട് ആ മീൻ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച മരം കൊത്തി മുകറനാണ് എന്റെ അച്ഛൻ. ഒരു കാര്യമില്ല. ഏടാ, നീ നന്നായ നിന്റെ വീട് നന്നാവും. നിന്റെ വീട് നന്നായ നാട് നന്നാവും. നാട് നന്നായ ഈ ലോകം തന്നെ നന്നാവും. അല്ലെ, ഈ ലോകം എന്നൊക്കെ പറഞ്ഞ ഈ പാകിസ്ഥാൻ ഉൾപ്പെടും. ആ പെടും. അങ്ങനെ ഞാൻ നന്നായിട്ട് പാകിസ്ഥാൻ നീ ഒരു കല്യാണം കഴിക്കണം. എന്താ അമ്മ പറഞ്ഞേ? കല്യാണം കഴിക്കാനോ? അമ്മയ്ക്കറിയോ, ഞാനൊരു ബാച്ചിലറാണ്. എന്റെ അച്ഛൻ ഒരു ബാച്ചിലറാണ്. എന്റെ മുത്തച്ഛൻ ഒരു ക്രോണിക് ബാച്ചിലറാണ്. ശരിയാ, നിന്നെ ഞാൻ പ്രസവിച്ചതല്ല, കുടുംബശ്രീ ലോൺ എടുത്ത് വാങ്ങിയതാണല്ലോ. അമ്മ പോയിട്ട് വരുമ്പോഴേ എനിക്ക് പാപ്പം മേടിച്ചിട്ട് വരൂ. പാപ്പം കിട്ടൂ, ഞാൻ ഈ കൊച്ചു കുഞ്ഞല്ലേ. അമ്മയ്ക്കറിയില്ലേ എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള. പിന്നെ അമ്മ, എന്റെ ഡാൻസ് ക്ലാസ്സിൽ ബിരിയാണി കൊടുക്കുന്നെന്ന് ആരോ എന്നോട് കള്ളം പറഞ്ഞു അമ്മ. നന്നായി. അപ്പൊ ഞാനേ ഡാൻസ് ക്ലാസ് വരെ ഒന്ന് പോയിട്ട് വരാം. അതെന്തിനാടാ? അല്ല, എങ്ങാനും ബിരിയാണി കൊടുത്താലോ. നിനക്ക് ഈ ഡാൻസിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഡാൻസിനെ കുറിച്ച് നമ്മുടെ വല്ല വിവരം ഉണ്ടോന്ന്? അമ്മ ഡാൻസിനെ പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ മൈക്കിൾ ജാക്സൺ എവിടുത്തുകാരനാ? എന്നാ പിടിച്ചോ, ടപ്പേ. ടപ്പയോ? ഞാനല്ലേ പറഞ്ഞു, എന്ത് ചോദ്യം ചോദിച്ചാലും ടപ്പേ ടപ്പേന്ന് ഉത്തരം പറയാം. പിന്നെ അമ്മ,
അമ്മക്ക് ഈ ഡാൻസിലൂടെ തൊഴിലുറപ്പിൽ പണിയെടുക്കണോ? അതെങ്ങനെ? ദാ ഇങ്ങനെ. ഓ ഓ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പുഞ്ചിരി നൽകൂലേ. എങ്ങനെ ഉണ്ട്? വിടടാ, എന്താണിത്? നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ എന്റെ കൂടെ തൊഴിലുറപ്പിന് വാടാ. എന്താ അമ്മ പറഞ്ഞ്? തൊഴിലുറപ്പിന് വരാനോ? ഇന്ന് വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ആവട്ടെ. പിന്നെ അമ്മയ്ക്കറിയോ, ഈ ഇന്ത്യൻ ബ്ലഡി മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ഈ നാട്ടിൽ കൂലിപ്പണിയാണെന്ന്. ഹോ, മതിയായി. എനിക്ക് ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് കഴിയാൻ. തളരുത് രാമൻകുട്ടി, തളരുത്. എടാ, നീ എന്തിനാണ് ഇങ്ങനെ ഓരോ വേഷം കിട്ടി നടക്കുന്നത്? അത് അമ്മയ്ക്കറിയില്ലേ, ഞാൻ സലിമേട്ടന്റെ വലിയൊരു ഫാനാണെന്ന്. ഒരു ആരാധകൻ വന്നേക്കുന്നത്. ഇങ്ങനെയാണോടാ സലീം കുമാർ ആരാധകൻ? എടാ, സലീം കുമാർ എന്ന് പറഞ്ഞ ആരാന്ന് നിനക്കറിയോ? നിനക്കിതുപോലെ കോപ്രായം കാണിക്കാനുള്ള ആളല്ല. ആളുകളെ ചിരിപ്പിക്കുന്നത് എളുപ്പമല്ല മക്കളെ. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുഖത്ത് ചിരി വിരിയിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്നും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത്. സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കുന്നത് ഒരു ഹാസ്യ നടനെ മാത്രമല്ല, കഷ്ടപ്പാടിലൂടെ ഉയർന്നു വന്ന നല്ലൊരു മനുഷ്യനെ കൂടിയാണ്. നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും. ചെറുതൂവൽ ചിരി പകരും, തലോടും താനേ കഥ തുടരും. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ. നമ്മളുടെ ഈ സ്റ്റേജിലെ ഏറ്റവും ചെറിയ അമ്മച്ചിയാണിത്. ഏറ്റവും ചെറിയ അമ്മച്ചി. പക്ഷേ സലീമേട്ടൻ ഓഫ് മൈക്കിൾ ജാക്സൺ ഒരു ഫാൻ. സൂപ്പർ. ആ ഓരോ ഡയലോഗിലും നമ്മളുടെ മൈക്കിൾ ജാക്സൺ നമുക്ക് കാണാൻ പറ്റി. ആൻഡ് യെറ്റ് ഫുൾ സലീമേട്ടൻ ആയിരുന്നു. സൂപ്പർ മോനെ, വെൽക്കം ബാക്ക്. കൊറേ ദിവസമായി കണ്ടിട്ട്. അതെ. എവിടെ ആയിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആണോ? കണ്ടില്ലല്ലോടാ. ഇനി ഉണ്ടാവും, മൊത്തം നമ്മള് ഉണ്ടാവല്ല. നമ്മളെ ഉണ്ടാവുള്ളൂ. അതെ. നമ്മുടെ മോളും ഒരൊറ്റ വലിയ ലെങ്തി ഡയലോഗ് ഒരൊറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു സലീമേട്ടൻ പറയുന്ന പോലെ. അതുപോലെ അതിന്റെ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ മോള് സത്യം പറഞ്ഞ വലിയൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ മിനിയേച്ചർ അതെ അല്ലേ? സത്യം. അതുപോലെ തന്നെ മോനെ പിന്നെ ആ ഡാൻസ് ചെയ്തുകൊണ്ട് ഡയലോഗ് എൻ്റർ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അവന്റെ മോൻ ഡാൻസറാണോ? പിന്നെ അണ്ണാ നമ്മുടെ ഫ്ലോറിന്റെ ആസ്ഥാന ഡാൻസർ ആയിരുന്നു. മോനെ ആ വയറിന്റെ ഒന്ന് ഇത് കാണിക്കാം. വിശപ്പ്. വിശപ്പിന്റെ ആ എന്തൊരു വിശപ്പ്. ശരിക്കും നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു കഴിച്ചു. ദൈവമേ, നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു വിശപ്പ് കിട്ടണേ. 8ാം ക്ലാസ്സിലായവൻ. അതെ.
ചേച്ചി ഞാൻ പണ്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു വയറ്, പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അതുപോലെ ശ്വേത ചേച്ചി നമ്മുടെ സലീമേട്ടന് വേണ്ടിയിട്ടേ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാംസും ട്രിബ്യൂട്ട്സ് ഒക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലാണ് ഇത്ര യങ്ങസ്റ്റ് ആയിട്ടുള്ള പുതിയ ജനറേഷനിൽ 2 കുഞ്ഞു മക്കള് വന്ന് നിന്നിട്ട് സലീമേട്ടന് വേണ്ടിട്ട് ഒരു ട്രിബ്യൂട്ട് സ്കിറ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്ലോറിലായിരുന്നു. സലീമേട്ടൻ അങ്ങനെ എല്ലാ ജനറേഷനും സലീമേട്ടൻ ആക്റ്റീവ് ആണ് അല്ലേ? സലീമേട്ടൻ സ്റ്റേറ്റ്മെന്റുകളായാലും ഒരു സാധനം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് കണ്ടുപിടിച്ചത് സലീമേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ട്? കാരണം ഞങ്ങളുടെ ജനറേഷനിലെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ 2K എന്താണ് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ചത് അവർ ഉപയോഗിക്കുന്നു. എന്ത് ബ്രില്യൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തു, ഇത്രയും ഡയലോഗ് ഒക്കെ ചെയ്തു, നിനക്ക് പേഴ്സണൽ ഇഷ്ടം സലീമേട്ടന്റെ ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് ഡയലോഗാണ്? എനിക്ക് പൊതുവെ എല്ലാം ഇഷ്ടമാണ്. എന്നാലും പാണ്ടിപ്പടേതൊരു ക്യാരക്ടർ നല്ല ഇഷ്ടമാണ്. അയ്യ ഇടക്കിടക്ക് ഇരുന്ന് കാണും. കല്യാണരാമൻ പറയോ പാണ്ടിപ്പടയല്ലേ? പാണ്ടിപ്പട അതൊക്കെ അത് നമ്മൾ ഇത്രയും വലിയ ആൾക്കായിരിക്കും ഇവിടുത്തെ ഏറ്റവും നീയാണ് ഏറ്റവും വലിയ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ്. അതെ അതെ അതെ. എടാ കല്യാണരാമനിലെ പറ, ഇത് തളരരുത് രാമൻകുട്ടി തളരരുത്, അത് നീ പറയല്ലോ. ഹോ തളരരുത് രാമൻകുട്ടി തളരരുത്. ലുക്കില്ലതേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാണവര്. അതുപോലെ തന്നെ മറ്റേ ബുവാ ബുവാന്ന് പറയുന്നത്, ഞാൻ ടാറ്റ അടിച്ചല്ല പോലെ. അതുപോലെ തന്നെ സലീമേനെ പുറകെ നടന്ന് പറയിപ്പിച്ച ഡയലോഗാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ആരും ആ സ്ക്രിപ്റ്റിലില്ല. സലീമേനെ പുറകെ നടന്നിട്ട് പറഞ്ഞെന്ന് ലാസ്റ്റ് പാക്കപ്പിന് മുമ്പ് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. പുള്ളി അതുവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വെറുതെ പറഞ്ഞതാ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇന്നും നമ്മൾ പറയുന്നില്ലേ, ഈ ജനറേഷനിൽ പറയുന്നില്ല എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇപ്പോഴത്തെ പിള്ളേര് ടീഷർട്ടിൽ എഴുതിക്കൊണ്ട് നടക്കുന്ന ഡയലോഗ്. അതെ, എനിക്ക് തോന്നുന്നു മൂപ്പരെ അവിടെ ഇരുത്തി വെച്ചപ്പോഴാണ് മൂപ്പർക്ക് ആ ഡയലോഗ് വന്നത്. എന്തായാലും ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓൾസോ എടാ നീ കിടവായിരുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ. നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഈ ബാറ്ററി അല്ല, ഇതിന്റെ അടുത്ത ബാറ്ററിയും ചാർജായി, വേറെ 1-2 വേറെ ബാറ്ററി ചാർജ് ആയി. അപ്പൊ അടുത്ത പ്രാവശ്യം വരും, ഒരു ബാറ്ററി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വരും.